ലല്ലിമോളെ കാണുന്നില്ലല്ലോ അമ്മേ, എനിക്ക് പേടിയാകുന്നു. ഇനി അവളന്മാരെ ലല്ലിമോക്ക് കൊടുത്തോ ഇനി റംബൂട്ടാൻ കുരുവോടെ? എന്റെ പൊന്നു രജനി, നീ പേടിക്കാതെ. ലല്ലിമോൾ ഇത്രയും വലുതായ കുട്ടിയല്ലേ, അവള് കുരുവൊക്കെ നോക്കി തിന്നോളൂ. ഇനി എങ്ങാനും എന്റെ ലല്ലിമോക്ക് എന്തെങ്കിലും വന്നാലേ അവളുമാരെ ഞാൻ ശരിയാക്കും. മമ്മി, ഓ എന്റെ ലല്ലിമോള് വന്നോ? മമ്മി അങ്ങോട്ട് പേടിച്ചു പോയി. എന്താ നീ ഇത് നിറ്റോടൊപ്പം വരാനേ? അത് പിന്നെ ആ ഉണ്ണിമോളെ റംബൂട്ടാൻ കുരു വിഴുങ്ങിയെന്നും പറഞ്ഞ് ആ നീതു നിത്യ അവരെടുത്തോണ്ട് ഓടി. കുണുക്കനും കുണുക്കി അവിടെ നിൽക്കുക. ഞാൻ വിളിച്ചിട്ട് വന്നില്ല, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നു. ഓ, ആ കുണുക്കനും കുണുക്കി വന്നില്ലേ? ലല്ലിമോളെ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വിട്ടോ, അവരിങ്ങോട്ട് വരട്ടെ. അത് സാരമില്ല, ലല്ലിമോള് വന്നല്ലോ. ഇത് അകത്തേക്ക് വാ, മമ്മി ചായ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഉണ്ണിമോളെ എവിടെ മമ്മി? ഓ, അതിനെന്തായെന്ന് ആർക്കറിയാം. ഇവിടത്തെ ഗീതയും ആ ഉണ്ണിമോളുടെ അമ്മയും കൂടി അതിനെ ആശുപത്രിയിലോട്ട് എടുത്തോണ്ട് ഓടിയിട്ടുണ്ട്. ശ്വാസം കിട്ടിയോ ദൈവത്തിനറിയാം. അല്ല, ലല്ലിമോൾ എന്തിനാ വിഷമിക്കുന്നേ? അത് മമ്മി, ആ കുട്ടിക്ക് എന്തെങ്കിലും വരുമോ? വന്നാലിപ്പം നമ്മക്കെന്താ? ഉണ്ണിമോളെ നോക്കേണ്ടത് അവരുടെ അമ്മയാണ്, അല്ലാതെ നമ്മളല്ല. അതല്ല, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്തൊക്കെയാ ലല്ലിമോള് പറയുന്നേ? മമ്മി, നീതുവാണ് റംബൂട്ടാൻ പറിച്ച് താഴെ ഇട്ടത്. ഞാനെല്ലാം വാരിയെടുത്തു. വീണ്ടും വീണ്ടും വാരിയെടുക്കാൻ വേണ്ടി ഞാനാണ് റംബൂട്ടാൻ എടുത്ത് ഉണ്ണിമോളുടെ മുമ്പിലേക്ക് ഇട്ടേ. ആ റംബൂട്ടാൻ എടുത്ത് തിന്നിട്ടാ ആ കുട്ടിയുടെ തൊണ്ടയിൽ കുരു വിഴുങ്ങി. അയ്യോ, ലല്ലിമോളോ? അതെ മമ്മി, ഞാൻ മനഃപൂർവ്വമല്ല. ഞാൻ വേറെ റംബൂട്ടാൻ പിറക്കാൻ വേണ്ടി എന്റെ കയ്യിലുള്ളത് ആ കുട്ടിയുടെ മുമ്പിൽ ഇട്ടെ. പക്ഷെ അതെടുത്ത് തിന്നു. എന്റെ ദൈവമേ, എന്നെ കൊണ്ട് വയ്യ. ആ മാധവനും ഗീത അത് അറിഞ്ഞു തീർന്നുമില്ല. അമ്മ കുണിക്കുമ്പോഴാണെന്നല്ലേ കരുതി. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യാ? അവര് വന്നേ മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് പോട്ടെ. നീ അങ്ങനെ പോയാ പിന്നെ എന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ നിങ്ങൾ ഉണ്ടാവില്ലേ? നമുക്ക് പോകാം മമ്മി. ദൈവമേ, മാധവൻ ചേട്ടൻ അറിഞ്ഞ എന്റെ മോളെ വഴക്ക് പറയും. അല്ലല്ലി മോളെ, എന്നിട്ട് കുണിക്ക് കൊടുത്തതാണല്ലോ നീതു നിറ്റ് ഇവിടെ ഒന്ന് പറഞ്ഞത്. കുണിക്കിയുടെ കയ്യിലുള്ള റംബൂട്ടാനും അതിന്റെ സൈഡിൽ വെച്ചായിരുന്നു. അതുകൊണ്ട് ഞാനത് പറഞ്ഞുണ്ടാക്കിയതാ. അവര് ശരിക്കും അന്വേഷിച്ച കുണിക്കിയുടെ കയ്യിലല്ലെന്ന് മനസ്സിലാകൂലേ? അതെങ്ങനെ മനസ്സിലാക്കാനാണ്? വേറെ ആരെങ്കിലും അത് കണ്ടോ? ആരും കണ്ടില്ല. ഈ സത്യം എനിക്ക് മാത്രമേ അറിയൂ. ഓ, ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയാണോ? ചെറിയ കാര്യമോ? ആ കുട്ടിക്ക് ശ്വാസം കിട്ടണില്ലല്ലോ. എന്റെ പൊന്നിലല്ലി മോളെ, നിന്റെ കയ്യിൽ നിന്നാണ് ഈ അബദ്ധം പറ്റിയെന്ന് വേറെ ആരും കണ്ടിട്ടില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കണേ? നമുക്കത് കുണിക്കിയുടെ തലയിൽ തന്നെ വെക്കാം. അത് ശരിയാകും അമ്മേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ വേഗം ലല്ലിമോളെ വിളിച്ചുകൊണ്ട് ചായ കൊടുക്ക് ചെല്ലേ. അമ്മ ഏറ്റാ പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ല. ലല്ലിമോളെ വാ, ഇനി എല്ലാം അമ്മാമ്മ നോക്കിക്കോളൂ. എന്റെ ദൈവമേ, ലല്ലിമോട്ടെ കയ്യിൽ നിന്നാണ് ഈ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ മാധവനും ഗീതയും കൂടി കൊല്ലുമല്ലോ. അതിനു മുൻപ് എങ്ങനെയെങ്കിലും കുണിക്കിനെ ശിക്ഷിക്കണം. അവള് തന്നെ ചെയ്തതാണെന്ന് വരത്തി തീർക്കണം. കുണിക്കാകുമ്പോ കുഞ്ഞല്ലേ, ആൾക്കാർ അങ്ങനെ എടുത്തോളൂ. ഇല്ലെങ്കിൽ എന്റെ മോളെ കൊച്ചുമോളെ ഇവർ ഓടിക്കും. നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ ഇവിടെ വരൂല. വരാതെ ഇവിടെ നിൽക്കാനോ? ഉണ്ണിമോൾക്ക് റംബൂട്ടാനെ കുരുവിങ്ങി എല്ലാരും എന്നോട് പണങ്ങ. നീയല്ലോ ഉണ്ണിമോളുടെ വായി വെച്ച് കൊടുത്തില്ലല്ലോ. എന്റെ കയ്യിലുള്ള റംബൂട്ടാനല്ലേ ഉണ്ണിമോൾ എടുത്തത്. ചിലപ്പോ വേറെ റംബൂട്ടാനാകും. അല്ല, അത് സാരില്ല. നമുക്ക് വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയോട് പറയാം. ഞാൻ വീട്ടിലോട്ടില്ല, എന്നെ അച്ഛനും അമ്മയും കൊല്ലും. അയ്യോ, ഇവിടെ ആരുമില്ല. നമുക്ക് വീട്ടിൽ പോവാം. കുണുക്കാൻ നീ പൊക്കോ. ഞാൻ പോയിട്ട് എന്തിനാ? കുണിക്ക് മോളെ ഇവിടെ ഒറ്റക്ക് നിന്നോളാം. വേണ്ട, കുണുക്കാൻ പോവൂല. പൊക്കോടാ കുണുക്ക. അതേടി കുണുക്കി, എനിക്ക് പേടിയാ. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. ഞാൻ ആരും പലക്ക് പറയാതെ നിന്നെ നോക്കിക്കോളാം. അത് വേണോ? പോവാം. ചേച്ചി, അമ്മേ നേഹമാമി എന്താ വരാത്തെ? അതാടി ഞാനും നോക്കുന്നേ. ഉണ്ണിമോക്ക് എന്തെങ്കിലും പറ്റിയോന്നാവോ? നമുക്ക് ഫോൺ ചെയ്ത് നോക്കിയാലോ? അതിന് അമ്മേ നേഹമാമി ഫോണൊന്നും എടുക്കാതെയല്ലേ ഇവിടെ നോടിയത്. എത്ര നേരം അവര് പോയിട്ട്. എനിക്ക് പേടിയാവണടി. അയ്യോ, എന്താടി, എന്ത് പറ്റി? ചേച്ചി, നമ്മൾ ഓടി വന്ന് ധൃതിയിലെ കുണുക്കനും കുണുക്കി ഇപ്പോഴും ആ മുത്തശ്ശിക്കാട്ടി നിൽക്കുമല്ലേ? അയ്യോ, നീ ഇത് മോളെ, അത് നേരമാണല്ലോ. എന്റെ ദൈവം, ഇത്രയും നേരം നമ്മൾ അവരുടെ കാര്യം ഓർത്തില്ലല്ലോ. എനിക്ക് ഒട്ടും വയ്യടി, എനിക്ക് പേടിയായിട്ടിരിക്കുവാ. നീ ഒന്ന് ഓടിപ്പോയാ പിള്ളേരൊന്ന് വിളിച്ചിട്ട് വരുമോ? ചേച്ചി വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി വേഗം പോകാം. ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ കുണിക്ക് വരില്ല, അവൾ കരയുമായിരിക്കും. എന്നാ വാ, നമുക്ക് പോവാം. എന്റെ ദൈവമേ, ആ റംബൂട്ടാൻ വിഴുങ്ങിയ കൊച്ചിനെയും കൊണ്ട് ആശുപത്രി പോയവരെ കാണാനില്ലല്ലോ. അതിനെന്തെങ്കിലും പറ്റിയോന്നാവോ? എന്റെ നല്ലിമോളാണ് ഇതിന്റെ പുറകിലെന്ന് അറിഞ്ഞ എനിക്ക് പേടിയായിട്ട് വയ്യ. എങ്ങനെയെങ്കിലും ആ കുണിക്കയുടെ തലയിൽ തന്നെ വെക്കണം. അതാകുമ്പോ മാധവനും ഗീതയും അവളുടെ സ്വന്തം കുട്ടിയല്ലേ, വലിയ കുഴപ്പം കാണിക്കൂലായിരിക്കും. ആ, കുണിക്കും കുണുക്കനും വരുന്നുണ്ടല്ലോ. ഓ, വന്നല്ലോ രണ്ട് കുരുത്തം കെട്ട പിള്ളേര്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഒരു കുഞ്ഞി കൊച്ച ഉണ്ണിമോള്. അതിന് ഇവൾ റംബൂട്ടാന്റെ കുരു കൊടുത്തില്ലേ? ഞാൻ കൊടുത്തില്ല. അയ്യോ, നീ കൊടുത്തില്ല. നീതു നിറ്റ ഇവിടെ വന്ന് പറഞ്ഞതാ കുണിക്കുമോളുടെ കയ്യിൽ റംബൂട്ടാൻ കഴിച്ച ഉണ്ണിമോൾ ആശുപത്രിയിലായെന്ന്. ആശുപത്രിയിലോ? അയ്യോ, ആശുപത്രിയിലോ? പിന്നെ പാടില്ലാത്ത കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോകണ്ടേ? റംബൂട്ടാൻ വിഴുങ്ങിയ പാടില്ലാതാവോ? എന്റെ പൊന്നു പിള്ളേരെ, പിന്നെ നിങ്ങൾ എന്താ കരുതി?
റംബൂട്ടാന്റെ ഉള്ളിലെ ഒരു കുരു ഉണ്ട്, ഒരു മരം പോലത്തെ കുരു. അതങ്ങോട്ട് തൊണ്ടേ ചെന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പിന്നെ നമുക്ക് ശ്വാസം പോലും കിട്ടത്തില്ല. പിന്നെ ആശുപത്രി പോകണം, ചിലപ്പോൾ ഓപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. ഓപ്പറേഷനോ? ആ, ഓപ്പറേഷൻ തന്നെ. ആ കുത്തുവെക്കുന്ന പോലെയല്ല, കത്തിയൊക്കെ എടുത്ത് കീറേണ്ടി വരും. പാവം ഉണ്ണിമോള്. അല്ല, ഓപ്പറേഷൻ വേണമെന്നൊന്നും എനിക്കറിയില്ല. നിന്റെ അമ്മയും നേഹമാമയും കൂടി ആശുപത്രിയിലോട്ട് ഓടിയിട്ടുണ്ട്. വിവരമൊന്നുമില്ല, അവര് വരുമ്പോ അറിയാം. ഇപ്പൊ ഓപ്പറേഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചിലപ്പോ വേണ്ടിവരുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കരയിലെ കുണിക്ക്. എന്നാലും എന്റെ കുണിക്ക് നീ എന്തൊരു പണിയായി കാണിച്ചേ. നിനക്ക് കുരുത്തക്കേട് ഉണ്ടെന്നറിയാം, പക്ഷെ ഇത്ര ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അറിയാതെയാ. അപ്പൊ ഇവള് സമ്മതിച്ചു തരുവാണല്ലോ. അത് നല്ല കാര്യം. ഇനിയിപ്പൊ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. മാധവനും ഗീതയും വരുമ്പോ നീ ഇത് തന്നെ അങ്ങോട്ട് പറഞ്ഞാ മതി, നീ അറിയാതെ ചെയ്തതാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. അകത്തോട്ട് കേറാൻ വരട്ടെ, നീ എവിടെ നിക്ക്. അതെന്താ അച്ഛമ്മ? അങ്ങനെ നീ ഇപ്പൊ കേറണ്ട. ഇത്രയും വലിയ തെറ്റ് ചെയ്ത് നിനക്ക് ഞാനൊരു ശിക്ഷ തരുവാ. ശിക്ഷ? നീ ഈ മുറ്റത്ത് നിന്നാ മതി. കൊച്ചിന്റെ കാര്യം അറിയട്ടെ, എന്നിട്ട് അകത്തോട്ട് കേറിയാ മതി. അവർക്ക് വിശക്കും. അവക്ക് വിശക്കുമെങ്കിൽ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. കുണുക്കനകത്തേക്ക് പോ. ഞാൻ പോവില്ല. എന്നാ നീ ഇവിടെ തന്നെ നിന്നോ. കുണുക്കി. ഓ, നിങ്ങൾ വന്നല്ലോ. ഞങ്ങൾ നിങ്ങളെ വിളിക്കാൻ വേണ്ടി മുത്തശ്ശിക്കാട്ടിലേക്ക് വരാനിരിക്കുവായിരുന്നു. ചേച്ചി, ഞാൻ അറിയാതെ. സാരിയില്ല, കുണിക്ക് കരയണ്ട, അകത്തോട്ട് വാ. ഇവളകത്തേക്ക് വിടാൻ പറ്റത്തില്ല. അകത്തേക്ക് വിടാൻ പറ്റത്തില്ലെന്നോ? അതെന്താ? നിന്റെ അമ്മയും നേഹമാമിയും കൂടി പോയിട്ടുണ്ടല്ലോ ആശുപത്രിയിൽ, അവര് വരട്ടെ, എന്നിട്ട് ഇവൾ അകത്ത് കയറ്റണമെന്ന് തീരുമാനിക്കാം. അതിന് കുണിക്കിന് എന്തിനാ മുറ്റത്ത് നിർത്തുന്നേ? ഇവളല്ലേ ആ കൊച്ചിന് കുരു കൊടുത്തത്, അപ്പൊ അതിന് സമാധാനം ഉണ്ടാകട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഇവൾ അകത്തോട്ട് കയറ്റണമെന്ന്. അച്ഛൻ ഒന്ന് മാർക്കേ, എന്തൊക്കെയായി പറയണേ? പാവം കുണിക്ക്, അവള് വെള്ളം പോലും കുടിച്ചിട്ട് എത്ര നേരമായെന്നറിയോ? ഇങ്ങോട്ട് വാ കുണിക്ക്. അതൊന്നും പറ്റത്തില്ല. അവക്ക് വെള്ളം വേണമെങ്കിൽ അവൾ എന്നോട് ചോദിക്കട്ടെ, ഞാൻ കൊടുത്തോളാം. പിന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ പറയണത് നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. അച്ഛൻ എന്തൊക്കെയായി പറയണേ? കുണിക്ക് കുഞ്ഞല്ലേ, അവക്കൊരു അബദ്ധം പറ്റിയെങ്കിൽ അത് തിരുത്തി കൊടുക്കണം, അല്ലാതെ ഇവക്ക് പണിഷ്മെന്റ് കൊടുക്കുവാണോ വേണ്ടത്? തിരുത്തുന്നതൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയും, അവര് വരട്ടെ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവൾ എന്തായാലും ഇവിടെ നിൽക്കട്ടെ. ദൈവമേ, പാവം എന്റെ കുണുക്കി. അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കുണുക്ക, നീ അകത്ത് പോയിട്ട് ഫോൺ എടുത്തോണ്ട് വാ. നമുക്ക് നമ്മുടെ അച്ഛനെ ഫോൺ ചെയ്യാം. പിന്നെ അച്ഛനെ കൊണ്ട് വിളിപ്പിച്ച് എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, ഞാൻ പേടിക്കത്തൊന്നുമില്ല. അമ്മ, എനിക്ക് ടെൻഷൻ ആകുന്നു. എനിക്കും ചെറിയ ടെൻഷൻ ഉണ്ട്. പിന്നെ അമ്മാമ്മ എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? റംബൂട്ടാന്റെ കുരുതിന്ന് ഉണ്ണിമോക്ക് എന്തെങ്കിലും വന്നാ മാധവമ്മാമന് ഗീതാമ്മായും എന്നെ വഴക്ക് പറയില്ലേ? അതിന് മോളാണ് അത് കൊടുത്തതെന്ന് വേറെ ആർക്കും അറിയില്ലല്ലോ. അപ്പ കുണിക്കിയല്ലേ? മോള് വിഷമിക്കണ്ട, അത് ചെയ്തത് കുണിക്കാന്നും പറഞ്ഞിരിക്കും എല്ലാരും. നമ്മൾ തൽക്കാലം ആരോടും ഇത് പറയാൻ പോകണ്ട. അവളുടെ ഒരു കള്ളക്കരച്ചില്. ചേച്ചി ചേച്ചി, ഫോൺ എവിടെ കുണുക്ക? കുണിക്കല്ലെന്നോ? പിന്നെ ആരാ? അതുകൊള്ള. എടച്ചേക്കാ, കുണിക്ക് പണിഷ്മെന്റ് കൊടുത്തതിന് നീ എന്റെ ലല്ലിമോളെ കുറ്റം പറയാണോ? നിന്നെ ഞാൻ അച്ഛമ്മ മതി, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. നിങ്ങൾ ഈ ചെക്കൻ പറഞ്ഞ കേൾക്കുവാണോ? അവനല്ലോ പറഞ്ഞത് ലല്ലിമോള് രജനാന്റിയുമല്ലേ, ഞങ്ങൾ അത് കേട്ടോളാം. കുണിക്കുമോളെ കരയണ്ടാട്ടോ, പറഞ്ഞത് കേട്ടില്ലേ? കുണിക്കുമോളല്ല കൊടുത്തത്, അതിൽ അല്ലിയാ. ചേച്ചി കരയല്ലേ കുണിക്ക്? ആര് റംബൂട്ടാൻ കൊടുത്താലും ഉണ്ണിമോക്ക് ആപത്ത് വരില്ലെന്ന് നമുക്കിപ്പോ പ്രാർത്ഥിക്കാൻ പറ്റൂ. കുണിക്ക് അകത്തേക്ക് വാ. ഓ എന്റെ ദൈവമേ. പണിഷ്മെന്റോ? എന്തിന്? അയ്യടാ, അത് നടക്കത്തൊന്നുമില്ല. എന്താ നടക്കാത്തെ? ലല്ലി മോക്കൊരു അബദ്ധം പറ്റി, അതിനി പറയാനൊന്നുമില്ല. പിന്നെ അവളെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ വേണ്ടിട്ടേ നിങ്ങളുടെ അമ്മ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയത് അവര് നമ്മുടെ ഗസ്റ്റാ. ലല്ലിയും കുണിക്കും അച്ഛമ്മയുടെ പേരക്കുട്ടികളല്ലേ, ഒരാളെ മാത്രം ശിക്ഷിക്കുന്നത് ശരിയാണോ? അതിന് ഞാൻ ശിക്ഷിച്ചില്ലല്ലോ. ശിക്ഷിച്ചില്ലെന്നോ? മര്യാദക്കാൽ ലല്ലിനെ വിളിച്ചോ, അവളെ പുറത്ത് നിർത്തണം. എന്റെ അച്ഛനും അമ്മയും വരട്ടെ, എന്നിട്ട് അവൾ അകത്ത് കയറ്റിയാൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്റെ പിള്ളേരെ നിങ്ങൾ ഇതിങ്ങനെ തുടങ്ങിയാലോ? മര്യാദക്ക് വിളിക്കവളെ. മര്യാദക്ക് വിളിക്കുന്നുണ്ടോ? ഞങ്ങളുടെ കുണിക്കിന് എന്തൊക്കെ പറഞ്ഞോ?